ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ ഇടത് സംഘടനാ പരിപാടി വിജയിപ്പിക്കാൻ കുടുംബശ്രീക്ക് നിർദ്ദേശം. CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. മഹിളാ അസോസിയേഷന്റെ പരിപാടിയെന്ന് പറയാതെ വനിതാ ദിന പരിപാടിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് കുടുംബശ്രീ അംഗങ്ങളോട് പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയത്. CDS ചെയർപേഴ്സണാണ് അറിയിപ്പ് നൽകിയത്. നിഷ ദിലീപുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. നിഷ, നേരത്തെ ഈ പാർട്ടി പരിപാടികൾ CPMന്റെ പാർട്ടി പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നതിന് വേണ്ടി നിർബന്ധിപ്പിച്ച് കുടുംബശ്രീ അംഗങ്ങളെ പങ്കെടുപ്പിക്കുന്ന ആ രീതിയായിരുന്നു തുടർന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കുടുംബശ്രീ അംഗങ്ങളെ ഈ മഹിളാ സംഗമത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വിളിക്കുന്നത്. ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ ഇടത് സംഘടനാ പരിപാടി വിജയിപ്പിക്കാൻ കുടുംബശ്രീക്ക് നിർദ്ദേശം. CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. നിഷ ദിലീപ് ലൈനിലുണ്ടെന്ന് ചേരുന്നു. നിഷ, എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, വീണ്ടും പാർട്ടി പരിപാടികൾക്ക്, അതായത് CPMന്റെ പരിപാടികൾക്ക് വീണ്ടും കുടുംബശ്രീയിലെ അംഗങ്ങളെ പങ്കെടുപ്പിക്കാനുള്ള നിർദ്ദേശമാണ് CDS ചെയർപേഴ്സൺമാരുടേതായി പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത് നാളെ രാവിലെ 8:30 ബൃന്ദ കാരാട്ട് പങ്കെടുക്കുന്ന ഒരു പരിപാടി കഞ്ഞിക്കുഴി ഇല്ലത്തുകാവിൽ നടക്കുന്നുണ്ട്. വനിതാ ദിനത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് CDS ചെയർപേഴ്സൺ ഈ കുടുംബശ്രീ അംഗങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഈ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു പരിപാടി വിജയിപ്പിക്കാനായി എല്ലാവരും തന്നെ, അതായത് കഞ്ഞിക്കുഴി ബ്ലോക്ക് 5-ലെ CDSലെ വനിതകളെ എല്ലാവരെയും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴി കുടുംബശ്രീ അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ CPMന്റെ നവകേരള അടക്കമുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചപ്പോഴും ഇത്തരത്തിൽ ഈ കുടുംബശ്രീ അംഗങ്ങളെ പങ്കെടുപ്പിക്കാനായി അവരുടെ ഗ്രൂപ്പ് വഴി CDS ചെയർപേഴ്സൺമാരടക്കമുള്ള ആളുകൾ വലിയ രീതിയിൽ മെസ്സേജുകളൊക്കെ പാസ് ചെയ്തിരുന്നു. അതുപോലെ അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ആ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഈ CPM പരിപാടികൾക്ക് കുടുംബശ്രീ അംഗങ്ങളെ പങ്കെടുപ്പിക്കാനുള്ള പദ്ധതികളാണ് ഇത്തരത്തിൽ ഈ CDS ഗ്രൂപ്പ് വഴി ഇപ്പോൾ ഈ CDS ചെയർപേഴ്സൺമാരടക്കമുള്ള ആളുകൾ നൽകുന്നത്. എന്തായാലും നാളെ ബൃന്ദക്കാരായിട്ട് പങ്കെടുക്കുന്ന പരിപാടി വൻ വിജയമാക്കാനായി, അല്ലെങ്കിൽ ആ വേദിയിൽ ആ സദസ്സിൽ നിറയെ ആളുകളെ എത്തിക്കുന്നതിന്റെ ഒരു ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ കുടുംബശ്രീയുടെ ഗ്രൂപ്പിലേക്ക് ഈ CDS ചെയർപേഴ്സൺ സുനിത സുനിലിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. എല്ലാവരും തന്നെ പങ്കെടുക്കണമെന്ന ഒരു നിർദ്ദേശം നൽകിക്കൊണ്ടുള്ളതാണ് ഈ സന്ദേശം. രജനി, CPMന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഭീഷണിപ്പെടുത്തൽ, ഒളിച്ചുകളി, ഒപ്പം ഈ പരിപാടിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ആളുകളെ പങ്കെടുപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാർട്ടി എന്നുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. നിഷ ദിലീപാണ് വിവരങ്ങൾ പങ്കുവച്ചത്.